Hi, a very good morning to all of you. Have a nice day. Today we are going to start with the elective paper, third semester MSc Mathematics under Kannur University, Graph Theory. This is a prescribed textbook for this subject. Okay, so text 1 is Bondi and Murthy, text 2 is John Clark, under a color Holton. And unit 1 contains these are the topics. Okay, so today we are going to start with the independent sets. Okay, next is vertex coloring. And unit 2 is edge coloring, planar graphs. And unit 3 contains matchings and some optimal assignment problem, etc. Okay, so these are the reference for this. These are the reference. Okay. Let's start with class 1. This is a note for you. Okay. So first definition is independent set. First definition is independent set. A subset S of V is called an independent set of G if no two vertices of S are adjacent in G. Okay. ഒരു സബ്സെറ്റ് എസ് ഓഫ് വി ഇസ് ഇൻഡിപെൻഡന്റ് സെറ്റ് ആണെങ്കിൽ എന്തുണ്ടാവണം അതിലുള്ള ആ സെറ്റിൽ ഉണ്ടായിരിക്കുന്ന രണ്ട് വേർട്ടിസസ് എന്താവാൻ പാടില്ല അഡ്ജസന്റ് ജി ആവാൻ പാടില്ല. സപ്പോസ് ഇങ്ങനെ ഒരു ടു വേർട്ടിസസ് ആണ് ഇതിനെ ഒരു എഡ്ജുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇത് V1 ഇത് V2. പക്ഷെ നമ്മുടെ സെറ്റിൽ എന്തുണ്ടാവാൻ പാടില്ല, നമ്മൾ ഈ V1ഉം V2 നമ്മൾ ഏതിലുണ്ടാവാൻ പാടില്ല, എസിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. റൈറ്റ്. അപ്പൊ ഏത് രണ്ട് വേർട്ടിസസ് ഇപ്പൊ ഒരു കളക്ഷൻ എടുക്കുവാണ്. കളക്ഷൻ എടുത്തിട്ട് V1 V3 അല്ലെങ്കിൽ V4 ഇങ്ങനെ വന്നു. ഓക്കെ, പക്ഷെ ഇത് തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, ആക്ച്വൽ ഗ്രാഫിൽ ഇത് തമ്മിൽ ഒരു കണക്ഷനും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള സെറ്റിനാണ് ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് വിളിക്കുക. നെക്സ്റ്റ് ഇസ് മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ്. എന്തായിരിക്കും മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ്? ആൻഡ് ഇൻഡിപെൻഡന്റ് സെറ്റ് ഇസ് മാക്സിമം ഇഫ് G ഹാസ് നോ ഇൻഡിപെൻഡന്റ് സെറ്റ് S ഡാഷ് വിത്ത് അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടിസസ് എന്താവാൻ പാടില്ല, എസിനേക്കാളും എസിലെ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടിസസിനേക്കാളും ഗ്രേറ്റർ ദാൻ ആയിട്ട് വേറൊരു സെറ്റ് അവിടെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, വേറൊരു സെറ്റിൽ V1 നമ്മുടെ സെറ്റിൽ ഇത്രയാണെങ്കിൽ വേറൊരു സെറ്റ് സെയിം ഗ്രാഫിന് വേറൊരു ഇൻഡിപെൻഡന്റ് സെറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഇസ് V1 V3 V4 V5 എന്ന് പറയുന്ന വേറൊരു സെറ്റ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ we will say that this set is a maximum independent set. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഡോട്ടഡ് ലൈന് ഡാർക്ക് ആയിട്ടുള്ള ചെയ്തിരിക്കുന്നത് എന്ത് വരും, നമ്മുടെ ഇൻഡിപെൻഡന്റ് സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ 1 എലമെന്റ് മാത്രമേ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് ഇൻഡിപെൻഡന്റ് സെറ്റ്. ബാക്കിയുള്ളത് ഏതെടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് എന്ത് വരും, അതില് നമ്മൾക്ക് ജോയിൻ ചെയ്തിട്ട് എഡ്ജ് വരും. അതുകൊണ്ട് ഇത് മാത്രമേ ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. ഇത് മാത്രമേ എടുക്കാൻ പറ്റൂ എന്നുള്ളതല്ല, ഇത് ഈ മിഡിലത്തേത് ചൂസ് ചെയ്യുവാണെങ്കിൽ അത് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് ഞാൻ ഇവിടെ ഒന്ന് ചൂസ് ചെയ്യുന്നു, ഇവിടെ ഒന്ന് ചൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ രണ്ടും ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു ഗ്രാഫ് ഇവിടെ നോർമൽ ഇതിലില്ല. ഇനി ഇതും എടുക്കാം കേട്ടോ. ഈ ഗ്രാഫിന്റെ ആവാറില്ല, പക്ഷെ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടിസസ് എത്രയേ വരുള്ളൂ, 2 വരുള്ളൂ. റൈറ്റ്, ആ രീതിയിലാണ് നമ്മൾ മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ, ദാറ്റ് ഇസ് എ കവറിംഗ് ഓഫ് G. What do you mean by a covering of G? A subset K of G such that every edge of G has at least one end in K is called a covering of G. Okay, എന്താണ് ആ വ്യത്യാസം?
ഒരു കെയിൽ എന്തുണ്ടാവും? എല്ലാ എഡ്ജിനും അറ്റ്ലീസ്റ്റ് ഒരു എൻഡെങ്കിലും എവിടെ ഉണ്ടാവും? ഏത് എഡ്ജ് നമ്മൾ ഗ്രാഫിൽ ചൂസ് ചെയ്യുകയാണെങ്കിലും എല്ലാ എഡ്ജിലെയും ഒരു എൻഡെങ്കിലും എവിടെ ഉണ്ടാവും? നമ്മുടെ കെയിൽ ഉണ്ടാവും. ഓക്കെ, then we say that it is a covering of G. അതായത് നമ്മുടെ ഈ എഡ്ജ് എടുക്കുവാണെങ്കിൽ ഈ എൻഡ് എന്തായാലും നമ്മുടെ കവറിംഗിൽ ഉണ്ടാവും. ഓക്കെ, ഈ എൻഡ് ഉണ്ടാവും. ഈ എഡ്ജ് എടുക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു എൻഡ്, ഒന്നുകിൽ ഇതുണ്ടാവാം അല്ലെങ്കിൽ ഇതുണ്ടാവാം. ഈ എഡ്ജ് എടുക്കുവാണെങ്കിൽ ഇതുണ്ടാവാം, ഇതുണ്ടാവാം. അപ്പോൾ മാക്സിമം ഒരു കവർ ചെയ്യുന്ന രീതിയിൽ ഉള്ള എല്ലാ വേർട്ടിസസും നമ്മുടെ ഗ്രാഫിൽ ഉണ്ടാവും, ഈ സെറ്റിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ കവറിംഗ് എന്ന് തന്നെ വിളിക്കുന്നത്. ഓക്കെ, നോട്ട് ഉണ്ട്. Independent sets are the complements of the covering. Independent sets are complements of the covering. Okay. Next എടുക്കുവാണെങ്കിൽ next, that is a set S subset or equal to V is an independent set of G. Next ഒരു theorem ആണ്. A set S subset or equal to V is an independent set of G if and only if V bar S, അതായത് V restricted to S, S ഉള്ളതെല്ലാം മൈനസ് ചെയ്തിട്ടുള്ളതാണ്, is a covering of G. Okay, so by definition S എന്താണ്? Independent set of G ആണ്. Okay, independent set ആയുള്ള ഗുണം എന്താ? ഒരു രണ്ട് എഡ്ജ് ഉണ്ടെങ്കിൽ അതിലുള്ള വേർട്ടിസസ് തമ്മിൽ എന്തുണ്ടാവില്ല? വേർട്ടിസസ്, അതായത് രണ്ട് എൻഡും ഒരിക്കലും എന്തുണ്ടാവില്ല? നമ്മൾ എസ് ഉണ്ടാവില്ല. രണ്ട് എൻഡ് ഉണ്ടെങ്കിൽ ആ എഡ്ജ് കംപ്ലീറ്റ് വന്നില്ലേ, അപ്പൊ അത് ഇൻഡിപെൻഡന്റ് സെറ്റ് ആയി മാറില്ല. ഒരു എഡ്ജ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എൻഡും ഒരിക്കലും ഉണ്ടാവില്ല. If and only no edge of G has both ends in S. Okay ആണല്ലോ. Next, each edge has at least one end in V bar S. അതായത് നമ്മൾ രണ്ട് എഡ്ജ് എടുക്കുവാണെങ്കിൽ എസ് എലമെന്റ്സ് സപ്പോസ് അത് V1, V2, V1, V2, V3, V4 ആണെന്ന് വിചാരിക്കാം. അപ്പൊ എന്തുണ്ടാവില്ല? നോ എഡ്ജ് ഓഫ് G. നമ്മള് ഇത് തമ്മിൽ ഒരു എഡ്ജ് കണക്ട് ചെയ്യാൻ നമ്മൾക്ക് ജിയിൽ പറ്റില്ല. സോ ഇഫ് ആൻഡ് ഓൺലി ഇതിനെ ഏത് രീതിയിൽ തന്നെ പറയാം? ഈച്ച് എഡ്ജ് ഓഫ് G ഹാസ് അറ്റ്ലീസ്റ്റ് വൺ എൻഡ് എവിടെ ഉണ്ടാവും? നമ്മുടെ ഇൻഡിപെൻഡന്റ് സെറ്റിൽ ഉണ്ടാവില്ല, പക്ഷെ ഈച്ച് എഡ്ജ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ എൻഡ് V bar S ഉണ്ടാവാം. ഓക്കെ, എസ് ഉണ്ടാവില്ല. നോ എഡ്ജ് ഓഫ് G ഹാസ് ബോത്ത് എൻഡും എവിടെ ഉണ്ടാവില്ല? എസ് ഉണ്ടാവില്ല. അപ്പൊ ഒരെൻഡ് എവിടെ കിടക്കും? എസ് അല്ലാത്ത സ്ഥലത്തല്ലേ ഉണ്ടാവുക, അതായത് V bar S ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണോ? എസ് ഇല്ലെങ്കിൽ എസ് അല്ല, അതായത് V bar S ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ V bar S എന്തുണ്ടാവും? എല്ലാ എഡ്ജിന്റെയും അറ്റ്ലീസ്റ്റ് വൺ എൻഡ് എവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു? V bar S പറഞ്ഞു. അതാണ്, that is the definition of the covering. So V bar S is a covering of G. V bar S is a covering of G. Okay, so next is an independent number. Independent number. What is an independent number? The number of vertices in a maximum independent set of G is called independence number of G and is denoted by alpha of G. Denoted by alpha of G. Next definition, ഇതേപോലെ തന്നെ ഇൻഡിപെൻഡൻസ് നമ്പർ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? കവറിംഗ് നമ്പറും കൂടി ഉണ്ടാവും. Number of vertices in a minimum covering of G is called minimum covering എടുക്കുക, അതിന്റെ നമ്പർ ആണ് എന്ത്? അതിലെ നമ്പർ ഓഫ് വേർട്ടിസസ് ആണ് നമ്മുടെ ബീറ്റ ഓഫ് G. ബീറ്റ ഓഫ് G. Next is we have a corollary, that is alpha plus beta is equal to nu. That is, this is a number of vertices in G. This is number of vertices in G. Okay. Alpha, what is alpha? Is a independence number and beta is a covering number. Let S be the maximum independent set of G and K be the minimum covering of G. Right? So by using the theorem 7.1, since S is a maximum independent set, then its complement is always a covering. Right? And since K is a minimum covering of G,
and its complement is will be an independent set. So use the result here as V bar K, that is complement of K, is an independent set and V bar S is a covering. Since this is due to this reason, we have u minus beta, then that is a number of vertices in V bar K, complement of K. Since this is an independent set and we have S is the maximum independent set, we have this alpha nu minus beta is always less than or equal to alpha. S maximum independence set ആണ് അപ്പോൾ അതിന്റെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫയാണ് ആൽഫയെക്കാളും അത് മാക്സിമം ആയതുകൊണ്ട് ഓൾവേസ് ബാക്കിയുള്ള ഏത് ഇൻഡിപെൻഡൻസ് സെറ്റിന്റെ നമ്പറും ഇൻഡിപെൻഡൻസ് നമ്പറും അതിനേക്കാളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആയിരിക്കും. That means alpha less nu is less than or equal to alpha plus beta. And also we have nu minus alpha is equal to modulus of V bar S, which is a covering number. And since K is a minimum covering ayukonde, this is always nu minus alpha is always greater than or equal to beta. That means nu is greater than or equal to alpha plus beta. Here we have to notice that this is a minimum covering. Since this is a minimum covering, have this result. Okay, so combining this 1 and 2, we can see that nu is equal to alpha plus beta. Next definition is edge covering. An edge covering of G is a subset L of E such that each vertex of G is an end of some edge in L. Okay, ഒരു സബ്സെറ്റ് L ഉണ്ടെങ്കിൽ അതിൽ എന്തുണ്ടാവും, അതിലുള്ള എഡ്ജ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ഏത് വെർട്ടെക്സ് ജിയിലുള്ള ഏത് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും അത് നമ്മുടെ ഈ എഡ്ജ് കവറിങ് സെറ്റിലുള്ള ഏതെങ്കിലും ഒരു എഡ്ജിന്റെ എൻഡ് ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, രണ്ട് ഗ്രാഫ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇതാണ് സെറ്റ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ E1, ഇവിടെ E2, ഇവിടെ E3, ഇവിടെ E4. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റ് E1, E2, E3, E4 ആണ് ഞാൻ ഈ രണ്ടാമത്തെ ഗ്രാഫിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡബിൾ ലൈൻ കൊടുത്തതാണ് ഞാൻ എഡ്ജ് കവറിങ് സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, L. പക്ഷെ ഞാൻ ഈ ഗ്രാഫിൽ ഞാൻ ഈ വെർട്ടെക്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഗ്രാഫ് G ഇതാണ്. ഇതിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഇതിൽ അതിന്റെ രണ്ട് എൻഡും ഏതിലുണ്ടാവില്ല, ഏതെങ്കിലും ഒരു നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം എന്താണ്, ഈച്ച് വെർട്ടെക്സ് ഓഫ് G ഈസ് ആൻ എൻഡ് ഓഫ് സം എഡ്ജ് ഇൻ L. അപ്പോൾ ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ വെർട്ടെക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എഡ്ജ്, ഈ വെർട്ടെക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എഡ്ജ് ഇവിടെ ഇല്ല. സോ ദിസ് ഇസ് not an example. ഓക്കെ, ഇനി ഈ ഗ്രാഫ് എടുക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുക, E1, E2, E3, E4 ആണ് എഡ്ജ് സെറ്റിലുള്ളത്. ഏത് വേർട്ടെക്സ് സെറ്റ് എടുത്തു കഴിഞ്ഞാലും 1, 2, 3, 4, 5, 6 ഏത് വേർട്ടെക്സ് എടുത്തു കഴിഞ്ഞാലും ആ വേർട്ടെക്സ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജെങ്കിലും ഇവിടെ ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എഡ്ജ് കവറിങ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നൊട്ടേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റ എന്ന് പറയുന്ന മിനിമം ഡിഗ്രി ആണ്, ന്യൂ എന്ന് പറയുന്ന നമ്പർ ഓഫ് വെർട്ടിസസ് ആണ്, ഈ എപ്സിലോൺ എന്ന് പറയുന്ന നമ്പർ ഓഫ് എഡ്ജസ് ആണ്. ഓക്കെ, ആൽഫ ഡാഷ് G എന്നുള്ളത് നമ്പർ ഓഫ് എഡ്ജസിന്റെ മാക്സിമം മാച്ചിങ് ഓഫ് G ആണ്. ബീറ്റ ഡാഷ് G എന്നുള്ളത് നമ്പർ ഓഫ് എഡ്ജസിന്റെ മിനിമം എഡ്ജ് കവറിങ് ഓഫ് G. ഓക്കെ, ആൽഫ ഡാഷ് എന്ന് പറയുന്ന നമ്പർ ഓഫ് എഡ്ജസിന്റെ മാക്സിമം മാച്ചിങ് ഓഫ് G ആണ്. ബീറ്റ ഡാഷ് G എന്ന് പറയുന്ന നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ മിനിമം എഡ്ജ് കവറിങ് ഓഫ് G ആണ്, മിനിമം എഡ്ജ് കവറിങ് ഓഫ് G. ഓക്കെ, സോ ഇവിടെ നേരത്തെ ഒരു റിസൾട്ട് പറയുന്നുണ്ട്, എഡ്ജ് കവറിങ് do not always exist, and a remark is that a graph G has an edge covering if and only if delta is greater than 0.
if and only if delta is greater than 0. Okay.